കൂട്ടരെ, we know about drugs. Yes, we know drugs are very harmful to health. നമുക്ക് ആദ്യം ലഹരി അല്ലെങ്കിൽ അഡിക്ഷൻ എന്താണെന്ന് തിരിച്ചറിയാം. നമുക്കറിയാം, ഒരു ശീലം അത് പിന്നീട് അതിൽ നിന്നും തിരിച്ചു വരാൻ അല്ലെങ്കിൽ അത് ഉപേക്ഷിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിൽ നമ്മൾ എത്തിച്ചേരുന്നതാണ് അഡിക്ഷൻ അല്ലെങ്കിൽ ലഹരി എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ശാരീരിക, മാനസിക, സാമൂഹിക ജീവിതത്തെ വരെ തകർത്ത് കളയുന്നു. ഇനി ലഹരിയുടെ വിവിധ രൂപങ്ങളെക്കുറിച്ച് ഇന്ന് കൊച്ചു കൊച്ചു കുട്ടികൾക്ക് വരെ അറിയാം. നമ്മൾ 80s-നും 90s-നും ഒരു പക്ഷേ മദ്യപാനവും പുകയിലയും മാത്രമേ അറിയുള്ളൂയിരുന്നെങ്കിൽ ഇന്ന് പുതിയ പുതിയ കുട്ടികൾ നമ്മെ പഠിപ്പിക്കുന്നത് പുതിയ പുതിയ പേരുകൾ, മിഠായികൾ, അങ്ങനെ പലവർണ്ണ പൗഡറുകൾ വരെ. എന്നാൽ ഈ അടുത്തിടെ ഒരു പാരൻറ്റിനോട് ചോദിക്കുകയുണ്ടായി, ഈ കുട്ടികൾ ലഹരി ഉപയോഗിക്കുന്നത് നമുക്ക് എങ്ങനെ തിരിച്ചറിയാമെന്ന്. തീർച്ചയായും അതൊരു നല്ല ചോദ്യമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു മദ്യപാനം അല്ലെങ്കിൽ പുകയില ഉപയോഗിച്ച ഒരാൾ, അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ പെരുമാറ്റം, അയാളുടെ അപ്പിയറൻസിൽ നിന്ന് നമുക്ക് തിരിച്ചറിയാവുന്നതേ ഉള്ളൂ. എന്നാൽ ഇന്ന് പുതുതായി ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ലഹരി വിഭാഗങ്ങൾ അത് ഉപയോഗിക്കുന്ന കുട്ടികളെ നമുക്ക് തിരിച്ചറിയേണ്ടത് അത്യാവശ്യം തന്നെയാണ്. അത് പാരൻസിന് നമുക്ക് വീട്ടിൽ നിന്ന് അവരുടെ പെരുമാറ്റത്തിലെ വൈകൃതങ്ങൾ, പെട്ടെന്നുള്ള പൊട്ടിത്തെറികൾ, പെട്ടെന്നുള്ള ദേഷ്യപ്പെടലുകൾ, ഒറ്റയ്ക്കിരിക്കാൻ, അധിക സമയം ഒറ്റയ്ക്ക് ചെലവഴിക്കാൻ അവർ ആഗ്രഹിക്കുന്നു എന്ന് തിരിച്ചറിയാൻ. കൂടാതെ വീട്ടിൽ ഡോറടച്ചിട്ട് മുറിയിൽ സമയം ചെലവഴിക്കുക, പരീക്ഷകളിലും മറ്റു പഠനത്തിലും പിന്നോക്കാവസ്ഥ, ഇതൊക്കെ ഏതൊരു പാരൻറ്റും ശ്രദ്ധിക്കേണ്ടതും അവ തിരിച്ചറിയേണ്ടതുമായ ചെറിയ ചെറിയ ലക്ഷണങ്ങൾ തന്നെയാണ്. ഇത്തരം ലക്ഷണങ്ങളൊക്കെ കണ്ടെത്തുന്ന ഒരു പാരൻറ്റ് ആ കുട്ടിയെ ഒരു സൈക്കോളജിസ്റ്റിനെയോ സൈക്കാട്രിസ്റ്റിനെയോ